നമസ്കാരം, എല്ലാവർക്കും ചെല്ലാനം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി YMCA മുന്നിലാണ്. ഇവിടെ ഒരു ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞു. നമ്മുടെ ചെല്ലാനത്തിൻ്റെ സ്വന്തം ലൂയിസ് സാറും പിള്ളേരും അവരെ ഇവിടെ ആദരിക്കുന്നൊരു ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ അവർ സെസ്റ്റോ ബോളിൽ നാഷണൽ ലെവലിൽ വലിയ അംഗീകാരങ്ങൾ നേടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടാണ് ഈ ഒരുപാട് പേര് ഷെയർ ചെയ്താണ് അതിൻ്റെ ഫോട്ടോസും മറ്റുമൊക്കെ. അപ്പോൾ അവരോട് നമ്മൾ നേരിട്ട് ഈ വീഡിയോയിലൂടെ സംവദിക്കാൻ പോവുകയാണ്. വെൽക്കം സാറേ. അപ്പോൾ അത് തന്നെ സാറിന് എന്താ പറയുക, ലൂയിസ് ആശാന് ചെല്ലാനം മീഡിയയുടെ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഈ നമ്മൾ നേടിയ അംഗീകാരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, സെസ്റ്റോ ബോൾ കേരളത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുള്ളൂ. 4 വർഷമായിട്ട് ഞങ്ങൾ നാഷണൽസ് പോകുന്നുണ്ട്. ഇത് ടീം കൂടുതലും വരുന്നിരിക്കുന്നത് നമ്മൾ ചെല്ലാനം സെൻറ്റ് മേരീസ് സ്കൂളിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രാക്ടീസ് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്, എറണാകുളത്ത് നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്. കേരളത്തിൻ്റെ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാഷണലിൽ പോയി കഴിഞ്ഞപ്പോൾ പൊക്കം കുറഞ്ഞ കുട്ടികളാണ് എന്നുള്ളൊരു എങ്ങനെ കളിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ മിക്ക ടീമിനെയും 0-നാണ് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അത്ര നല്ലൊരു കേരള ടീം വരുമ്പോൾ തന്നെ അവർക്കൊരു പേടിയാവുന്ന അവസ്ഥയായി. ഞങ്ങളുടെ ബോയ്സ് ടീം, സീനിയർ ബോയ്സൊക്കെ അത്ര ഭംഗിയായിട്ട് കളിച്ച് ഇതൊരു ടീം വർക്കാണ്. സെസ്റ്റ് ബോൾ എന്ന ഗെയിം ഒരു ഓസ്ട്രേലിയൻ ഗെയിമാണ്. ഇതിവിടെ വന്നിട്ട് നേരത്തെ ഉണ്ട്, പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുള്ളൂ. ഇതിൻ്റെ പോസ്റ്റ് എന്ന് വെച്ചാൽ ബാസ്കറ്റ്ബോൾ പോലുള്ള ഗെയിം തന്നെയാണ്, പക്ഷേ റിങ് മാത്രമേ ഉള്ളൂ. ബോൾ ട്രിബിൾ ചെയ്യാൻ പറ്റില്ല, പാസിംഗ് ആണ്. 700 ഗ്രാമാണ് ഈ ബോളിൻ്റെ വെയിറ്റ്. അപ്പോൾ സാറേ, ഞാൻ ഹാൻഡ് ബോളിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ സഫ് ചെയ്താണ് ആദ്യം ബോൾ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ഞങ്ങൾ വർദ്ധിച്ചു, 3 ബോൾ ഈ വർഷം വർദ്ധിച്ച് അതിൻ്റെ ഒരു മാറ്റം കാണാൻ പറ്റി. ആദ്യത്തെ സെസ്റ്റോ ബോളിൻ്റെ പോസ്റ്റ് കേരളത്തിലുള്ളത് നമ്മുടെ ചെല്ലാനം സ്കൂളിലാണ്. ഓക്കെ സാറേ, അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞപ്പോൾ സെസ്റ്റോ ബോൾ ഒരു ഓസ്ട്രേലിയൻ ഗെയിമാണ്. അതിവിടെ എത്തിയിട്ട് വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. അപ്പോൾ ചെല്ലാനം പോലെ ഒരു പ്രദേശത്ത് ഇത്തരം ഒരു ഗെയിമിൻ്റെ ഒരു സാധ്യത സാർ എങ്ങനെയാണ് മനസ്സിലാക്കി? വളരെ സാധ്യത കൂടുതലാണ്. കാര്യം നമുക്ക് വളരെ ടാലൻ്റ് ആയിട്ടുള്ള, സ്പോർട്സിന് പാഷനായിട്ടുള്ള കുറേ കുട്ടികൾ ചെല്ലാനത്തുണ്ട്. ഓക്കെ, ഫുട്ബോൾ ആണെങ്കിലും ഏതെടുത്താലും പിള്ളേരുണ്ട്, ഉള്ളിൽ കഴിവുള്ള കുറേ കുട്ടികളുണ്ട്. അവരൊന്ന് പൊക്കിയെടുക്കാം. നമുക്കറിയാം, പാരാ ഇൻ്റർനാഷണൽ ഗോൾഡ് മെഡൽ നിമിഷ CS നമ്മുടെ ചെല്ലാനത്തെ കുട്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോംലെസ് വേൾഡ് കപ്പിൽ ഫുട്ബോളിൽ കളിച്ച തോമസ് മേജോ, അലൻ സോളമൻ എല്ലാം നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ്. ഇപ്പോൾ ഈ ജോസ്ഫീന എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ബാസ്കറ്റ്ബോളുള്ള കുട്ടികളാണ്. 2ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ക്യാമ്പിൽ വന്ന്, 2ാം ക്ലാസ്സിൽ UKG ക്ലാസ്സിൽ വന്ന് ബേസിക് പഠിച്ച കുട്ടികളാണ്. ഇവരെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളിവരെ ലൈഫ് ലോങ് ഇവരുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ശരത്, എൻ്റെ ഒരു വലങ്കയിൽ നിന്ന് തന്നെ പറയാം, ശരത് ഇൻ്റർനാഷണൽ റെഫറിയാണ്. അവിടെ ഒഫീഷ്യൽ വേയിൽ ഫൈനൽസ് അടിക്കാൻ ക്വാളിറ്റിയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു റെഫറി ശരത്താണ്. ഓക്കെ, അതിന് അഭിമാനമുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം നിങ്ങളോടൊപ്പം ചെലവഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സീനിയർ ബോയ്സിലും ജൂനിയർ ഗേൾസിലുമാണ് റണ്ണേഴ്സ് അപ്പ് ആയത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു മത്സരങ്ങൾ വെച്ചാൽ കുട്ടികൾക്ക് കുറേ പുതിയ പേരുകൾ പഠിക്കാൻ പറ്റി. ജാർഖണ്ഡ്, വിദർഭ, പറയൂ, ഛത്തീസ്ഗഡ്, ഇങ്ങനെയുള്ള തെലങ്കാന, ഇങ്ങനെ ടീമുകളുടെ പേരൊക്കെ ഇവർ ആദ്യമായിട്ടാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ ഓരോ ടീം 24 സംസ്ഥാനങ്ങളാണ് വന്നത്. വലിയ പ്രോഗ്രാമായിരുന്നു. ഇവരെല്ലാം നമ്മൾ അതിൽ റണ്ണേഴ്സപ്പ് ആകാൻ, സെക്കൻഡ് റണ്ണേഴ്സപ്പ് ആകാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മൾ ബോംബെനായിട്ട് 1 ബാസ്കറ്റാണ് ജയിച്ചത്. അത് ഹാഫ് ടൈം 17 പോയിന്റ് ഡൗൺ ആയിരുന്നു. എന്നിട്ട് നമ്മൾ പിള്ളേർ കയറി വരുന്നുള്ളൂ. നമ്മുടെ പിള്ളേരുടെ ഒരു കഴിവൊക്കെ മനസ്സിലാക്കാനുള്ളൂ. പിന്നെ അതെ, പിന്നെ കൊച്ചിൻ നേച്ചർ കൺസർവേഷൻ സൊസൈറ്റിയാണ് ഇപ്പോൾ നമുക്കിവിടെ ഈ സ്വീകരണം നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ അനൂപ് ഫ്രാൻസിസ് ഉണ്ട്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എപ്പോഴും സെസ്റ്റോ ബോളിൽ ഫസ്റ്റ് ഞങ്ങൾ നാഷണൽ പോയപ്പോഴും അവരാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മൾക്ക് ആദരവ് തന്നത്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ചെല്ലാനംകാർ മാത്രമല്ല, എറണാകുളം പല സ്ഥലത്തു നിന്ന്. അതെ, യെസ്, റോണി ഉണ്ട്. റോണി വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു നമ്മുടെ ടൂർണമെന്റിൽ. കണ്ണൂരിലുള്ള പ്ലേയേഴ്സ് 2 പേർക്ക് വരാൻ പറ്റിയില്ല. ഓക്കെ, അദ്ദേഹം എവിടെയാണ് സ്വദേശം? എങ്ങനെ ഉണ്ടായിരുന്നു സെസ്റ്റോ ബോളിൽ കേരളത്തിൻ്റെ ഒരു ടീമിനൊപ്പം? ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. ഇപ്പം സ്പോർട്സിനെ കുറിച്ച് അധികം അറിയില്ലായിരുന്നു. സെസ്റ്റോ ബോൾ ഞാൻ കേട്ടതും ഈ വർഷം തന്നെ ആയിരുന്നു. ഇപ്പോൾ ഷെയ്സ് വഴിയാണ് ഞാൻ സാറിനെയൊക്കെ പരിചയപ്പെട്ട് ഇങ്ങോട്ട് ഈ സ്പോർട്സിലോട്ട് കയറിയത്. നല്ലൊരു അനുഭവമായിരുന്നു. എന്താണ് റോണി സ്വയം പറയുന്നത്? റോണിയുടെ ഏത് മേഖലയിലാണ് റോണിയുടെ ഒരു കഴിവുള്ളത് സാർ? റോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓൾ ഇൻ ഓൾ ആണ്. അതായത് ഡിഫൻസും ഒഫൻസും ഷൂട്ടിങ്ങും 3 റേഞ്ച് ചെയ്യാനുള്ള 2 പ്ലേയേഴ്സ് ഉണ്ടാവുള്ളൂ. അതിലൊരു കീ പ്ലെയറാണ്.
ഇതിൽ ഇനി ക്യാപ്റ്റൻസ് ആരൊക്കെയാണ്? എല്ലാവരോടും സംസാരിക്കണമെന്നുണ്ട്. ഓക്കെ, രേവതി കപ്പും പിടിച്ച് വേറെ നിൽക്കുന്നു. അപ്പൊ രേവതി, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? മത്സരങ്ങൾ അടിപൊളിയായിരുന്നു. വേറൊന്നും ഒരു ബാസ്കറ്റ് ഞങ്ങൾ ഫൈനൽ ഒറ്റ ബാസ്കറ്റ് ടൈം ബ്രേക്കർ. അപ്പൊ എങ്ങനെ ടീമിന് ഇപ്പോ ജൂനിയർ ഗേൾസിന്റെ ക്യാപ്റ്റൻ ആണല്ലോ, എവിടെയാണ് വീട്? ചെല്ലാനം ചെല്ലാനത്ത് എവിടെയാണ്? ബസ്സാർ. അപ്പൊ ചെല്ലാനങ്കാരി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അഭിമാനമാണ്. അപ്പൊ ഓക്കെ സീനിയർ. ഓക്കെ, അപ്പൊ അത് സീനിയർ ബോയ്സ് ക്യാപ്റ്റൻ വിഷ്ണു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രീതിക്ക് എല്ലാരും കളിച്ച്. ടീം ക്യാപ്റ്റൻ എന്നുള്ളതിലൊക്കെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, സാറും പിന്നെ എല്ലാരും ഉള്ള കാരണം കുഴപ്പമില്ല. പിന്നെ ശരത്താണ് ആദ്യം ചെല്ലാനം മീഡിയയിലേക്ക് ഇതിന്റെ ഒരു ഇൻഫർമേഷൻ തന്നത്. ശരത്ത്, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? നമുക്ക് ഭയങ്കര എന്താ പറയുക അഭിമാനമാണ്. ശരിക്കും പറഞ്ഞ സത്യമായിട്ട് നമ്മൾ സെക്കൻഡ് നാഷണലിലോട്ട് നമ്മൾ പോകാൻ തുടങ്ങുന്നത്. സെക്കൻഡ് നാഷണൽ നമ്മൾ ചെന്നു, പിന്നെ അത് കഴിഞ്ഞ് ഫെഡറേഷൻ കപ്പ് നമ്മൾ കളിച്ചു, മൂന്നാമത് നാഷണൽ നമ്മൾ കളിച്ചു, അത് ഓവറോൾ ഇന്ത്യ. പിന്നെ ഇപ്പം നാലാമത്തെ പ്രാവശ്യം പോയാൽ നമ്മളെ 4th നാഷണൽ ഫെസ്റ്റ് ബോൾ നമ്മളിപ്പോൾ കളിക്കാൻ പോയത്, അത് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു മുഖ്യ ആളിൻ്റെ ബാക്കിൽ ഒരാളുണ്ട്, പക്ഷെ പുള്ളിയുടെ എത്താൻ സാധിച്ചിട്ടില്ല. ഉണ്ണി സാറാണ് ഏറ്റവും ഫസ്റ്റ് തന്നെ ഒരു കേരള അസോസിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതും. അവിടെ നിന്ന് ഒരു ടീമായിട്ട് അവർ ഫസ്റ്റ് ടൈം പോയി ഗെയിം പഠിച്ചു, അവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടി, അവർ തിരിച്ചു വന്നു. അതിനുശേഷം ലൂസാറുമായിട്ട് ഉണ്ണിസാർ ബന്ധപ്പെട്ടു, പിന്നെ ഞങ്ങൾ അറിഞ്ഞു. പിന്നീടാണ് ചെല്ലാനത്ത് ഈ ഒരു സംഭവം തുടങ്ങുന്നത് തന്നെ. സെക്കൻഡ് നാഷണൽ നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ കളി അറിയാതെ തന്നെ, ഒരു റൂൾസ് ഒന്നും അറിയാൻ പാടില്ല. അപ്പം അന്ന് പോയ ജൂനിയർ ഗേൾസും സീനിയർ ബോയ്സും ഇതുപോലെ തന്നെ അവിടെ റണ്ണേഴ്സപ്പ് ആയിരുന്നു. പഞ്ചാബ് വെച്ച് അവർ റണ്ണേഴ്സപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈമാണിത്. അപ്പം കൂടുതൽ ആൾക്കാർ അറിയാനായിട്ട് ഇനി കാത്തിരിക്കണത്. കാരണം ഇപ്പോൾ ഇനി അറിഞ്ഞുകൊണ്ടിരിക്കും സിസ്റ്റം ബോൾ എന്താണെന്ന് വെച്ചാൽ. കാരണം നമ്മൾ SGF രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇന്റർ സ്കൂൾ പരമായിട്ട് അല്ലെങ്കിൽ റവന്യൂ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഇങ്ങനെ ഓരോരോ മാച്ചുകൾ ഇനി അടുത്ത വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സിസ്റ്റം ബോൾ ഇനി കൂടുതൽ അറിയാനേ ഉണ്ടാവുള്ളൂ. കാരണം ഇതിനേക്കാളൊക്കെ മേലെ നിങ്ങൾക്കറിയാം ഏറുപന്ത് കളി, അതുപോലത്തെ പല ഗെയിമുകൾ ഇപ്പോൾ എന്താ പറയുക ഭയങ്കര വ്യത്യാസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം വരുമ്പോഴത്തേക്ക് എന്തായാലും പിള്ളേർക്ക് ഒരു നല്ലൊരു പ്രയോജനമായിരിക്കും. നമ്മളുടെ സ്റ്റേറ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ റവന്യൂ പോയ പിള്ളേർ എന്ന് പറയുമ്പോൾ തന്നെ സ്പോർട്സിന് ഭയങ്കര അംഗീകാരമാണ്. അപ്പോൾ നാഷണൽ പ്ലെയേഴ്സ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവരുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ജൂനിയർ ഗേൾസ് ഇപ്പോൾ ഇതിലേക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി ഏറെ 23 അല്ലെങ്കിൽ 22 സ്റ്റേറ്റ്സ് വേറെ ഉണ്ടെങ്കിലും നമ്മൾ കേരള പ്ലേയേഴ്സ് കളിച്ചതുപോലെ വേറൊരു പിള്ളേരും കളിച്ചിട്ടില്ല എന്ന് 100% ഉറപ്പ് നമുക്ക് പറയാൻ പറ്റും. അത്രയും ബെസ്റ്റ് ആയിട്ടാണ് കളിച്ചത്. പിന്നെ സീനിയർ ബോയ്സിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പം നമുക്ക് കപ്പ് അടിക്കുമെന്ന് വിചാരിച്ചു തന്നെ പോയത് ചില കാരണങ്ങളാൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. കാരണം ഒരു പോയിന്റ് 2 പോയിന്റ് അതൊക്കെ ഭാഗ്യങ്ങളുടെ കളിയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം കൃത്യമായിട്ട് നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ നമ്മൾ പോയി കപ്പ് അടിക്കും. ഫസ്റ്റ് ഒരു കപ്പ്, എന്നാലും ഒരു കപ്പ് നമുക്ക് പ്രതീക്ഷ പോയത് 2 കപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിനോട് നമുക്ക് നന്ദിയുണ്ട്. കാരണം കേരള ടീമായിട്ട് കളിക്കാൻ പോകുമ്പോഴത്തേക്കും പിന്നെ എന്നെ ഇങ്ങനെ ആക്കിയ ലൂയി സാറിനും ഉണ്ണി സാറിനും എന്താ പറയുക നല്ലൊരു രീതിയിൽ ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. ഇപ്പോൾ ടീം മാനേജർ, ഈ നമ്മുടെ സിസ്റ്റം ബോൾ ടീമിന്റെ മാനേജർ ഉണ്ട് മിനി റോസ് മാഡം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടീമിന്റെ ഓവറോൾ പെർഫോമൻസ്? നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഞാൻ മെയിനായിട്ട് നമ്മുടെ ഗേൾസിന്റെ കൂടെ തന്നെ ആയിരുന്നു. ബോയ്സ് ആയാലും അവർ പുതിയ ചെറിയ കുട്ടികളാണ്. മറ്റുള്ള ടീമുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചു പോകും. അത്രയും നല്ല ഹൈറ്റ്, സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അത്രയും പ്രായം കൂടുതലാണോ എന്ന് പോലും സംശയം തോന്നും. അതുപോലെയുള്ള കുട്ടികളുമായിട്ടാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ അവരുടെ ആ കളി, എന്നാലും അവർ ഡൽഹിനെ നന്നായിട്ട് തോൽപ്പിക്കാനൊക്കെ അവർക്ക് സാധിച്ചു. അതുപോലെ നമ്മുടെ ഗേൾസിന്റെ പ്രകടനം കണ്ടിട്ട് നല്ല മികച്ച പ്രകടനമാണ് ഗേൾസ് ആയാലും സീനിയർ ബോയ്സ് ആയാലും കാഴ്ചവെച്ചതോടെ. അപ്പം ഞങ്ങൾ ശരിക്കും ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്ന അവസാനത്തെ ആ സെമിയിലും ശരിക്കും എല്ലാ പ്ലെയേഴ്സും ഇൻക്ലൂഡിങ് ഞാനും കോച്ചും എല്ലാം കരഞ്ഞുപോയ നിമിഷമാണ്. 2 തവണ ബ്രേക്ക് ഇങ്ങനെ, അതായത് ടൈ വന്നിട്ട് ലാസ്റ്റ് ഒരു പോയിന്റിന് നമ്മൾ തോൽക്കേണ്ടി വരുന്ന കർണാടക പ്ലെയേഴ്സും അവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ജയം അവർ ഏറ്റെടുത്തത്. അപ്പോൾ ആ ഒരു സീനൊക്കെ നമുക്ക് കാണുമ്പോൾ സ്പോർട്സ് സീന് മാത്രമേ നമുക്ക് ആ ഒരു സ്പോർട്സ് ആ ഫീൽ കിട്ടുന്നത്. അപ്പോൾ തോൽവിയാണെങ്കിൽ പോലും അവർക്ക് ജയം കിട്ടി എങ്കിൽ പോലും അവർ നമ്മളോട് കെട്ടിപ്പിടിച്ച് കരഞ്ഞാണ് അതിന്റെ ക്യാപ്റ്റനും ഒക്കെ നമ്മളെ ഓരോരുത്തരെ ഇങ്ങനെ, കാരണം അത് സംഭവിച്ചു. സ്പോർട്സ് ആകുമ്പോൾ അങ്ങനെ സംഭവിക്കാം. എന്നാൽ അങ്ങനെയുള്ള കുറേ പുതിയ അനുഭവങ്ങൾ, അതായത് വിജയം മാത്രമല്ല തോൽവിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു രുചിയുണ്ട്, ഒരു രസമൊക്കെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മുടെ കുട്ടികൾ പഠിച്ച ഒരു നിമിഷമൊക്കെയാണ്. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു ടൈം കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഒരു ശക്തി എവിടെയാണ്, നമ്മുടെ കുഴപ്പങ്ങൾ എവിടെയാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അതാണല്ലോ നമ്മൾ വീണ്ടും മുന്നോട്ട് വരാനുള്ള ഒരു ശക്തി. അപ്പോൾ അത് ഇനിയിപ്പോൾ ഭാവി പരിപാടികളിൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ വരുത്താൻ?
അത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ ഡ്രസ്സ് കുറച്ച് നമ്മുടെ ഒരേ ഇപ്പോൾ 2 ടീം ഒരുമിച്ച് മത്സരിക്കുമ്പോൾ 2 പേർക്കും ഒരേ ഡ്രസ്സ് വരുമ്പോൾ പാസ് ചെയ്യുമ്പോഴേ പോലും പ്ലെയേഴ്സിൻ്റെ ഒരു കൺഫ്യൂഷൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ കൂടുതൽ പ്രാക്ടീസ്, എല്ലാവരും ഒരുമിച്ച് ആ ഒരു ടീം വർക്ക് കുറച്ചും കൂടി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികളും കോച്ചും അതുപോലെ എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ മിക്കവാറും അത് വിജയമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. അപ്പോൾ കൂടെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക, എല്ലാവരും ഉറപ്പായിട്ടും കേരളം കൊണ്ടുവരും അടുത്ത തവണ. നമ്മളോട് പ്രതികരിക്കാനായിട്ട് ഡോക്ടർ അനൂപ് ഉണ്ട്. അദ്ദേഹം കൊച്ചിൻ നേച്ചർ അസോസിയേഷൻ കൺസർവേഷൻ സൊസൈറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, ഇപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് കഴിഞ്ഞു, എങ്ങനെയുണ്ട് ഈ കുട്ടികളുടെയൊക്കെ ഒരു? വളരെ അഭിമാനമുണ്ട് ഈ ഒരു നിമിഷം, പ്രത്യേകിച്ച് സെസ്റ്റോ ബോളിൻ്റെ വിജയസ്ഥരായ കുട്ടികളെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സൊസൈറ്റിയുടെ ഇതിൽ ഇവർ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ കാത്തു നിന്ന് ആദരിക്കുന്നത്. കാരണം സാറ് ഇപ്പം നമ്മൾ ഏതൊരു കൊച്ചിനെടുത്ത് കഴിഞ്ഞാലും അതിന് കോച്ചാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. ആ കൊച്ചിനെ മനസ്സിലാക്കി, ആ കൊച്ചിൻ്റെ കഴിവുകൾ മനസ്സിലാക്കി. ഈ ശരത്തിനൊക്കെ എനിക്ക് നേരത്തെ അറിയാം, ചെറുപ്പത്തിൽ മതി. ശരത്തിൽ നിന്നൊരു നാഷണൽ റഫറി അയക്കണതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു അധ്യാപകൻ കൂടിയാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ തന്നെ NGOയുടെ ഒക്കെ ഒരു സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ ഇതുപോലത്തെ പല പ്രതിഭകളെയും നമുക്കിതിൽ കേരളത്തിന് വാർത്തെടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ കൊച്ചിൻ നേച്ചർ കൺസർവേഷൻ സൊസൈറ്റിയുടെ ഒരു ഒബ്ജക്റ്റീവ് തന്നെ അതാണ്, സ്പോർട്സിലൂടെ. ഇപ്പം നമ്മളിന്ന് കേരളത്തിൽ കാണുന്നുണ്ട് പലയിടത്തും ലഹരി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇതിനുവേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ നേച്ചർ കൺസർവേഷൻ സൊസൈറ്റിയും അദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ട്. ലഹരി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് പല ആക്ടിവിറ്റീസ്. അപ്പോൾ അതിന് നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാവിധ സപ്പോർട്ട് നമ്മൾ നൽകിക്കൊണ്ട്. അപ്പോൾ ഈ ടീമിന് ഇന്ന് എല്ലാവിധ ആശംസകൾ. അതിനുവേണ്ടി നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ഡോക്ടർ ആനന്ദ് ബോസ് സാറ്, 1 മാൻ എക്സ്പേർട്ട് കമ്മീഷൻ്റെ ചെയർമാൻ, അദ്ദേഹം നമ്മുടെ ഒരു XMP പ്രൊഫസർ റിച്ചാർഡ് ഹേ, അദ്ദേഹം നമ്മുടെ പേറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമുക്ക് വേണ്ടി ഒരു 3 മണിക്കൂർ അദ്ദേഹം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത്. പിന്നെ നമ്മൾ ആസാദിക മഹോത്സവത്തിന് നമ്മളൊരു മരം നട്ട് 75 നഷ്ടപ്പെട്ട മരങ്ങൾക്ക് ബദലായിട്ടൊരു മരം നടുക എന്നൊരു ചടങ്ങും കൂടി ഇതിൻ്റെ ഇടയിൽ നടക്കുകയുണ്ടായി. എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു സമയം ഞങ്ങളോട് ചിലവഴിച്ചതിന്. ലൂയിസ് സാറിനോട് ഒരു ചോദ്യം. ഇപ്പോൾ നമ്മളിപ്പോൾ കേരള ടീമിനെ ആണല്ലോ റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു ഒരു? ഗവൺമെന്റിൽ നിന്ന് ഇപ്പോൾ ഇത് പുതിയ ഗെയിം ആയതുകൊണ്ട് ഇതിന് അഫിലേഷൻ ആയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നാഷണൽ ഗെയിംസ്, സ്കൂൾസ് ഗെയിംസിലേക്ക് ഇന്നുള്ള പ്രപ്പോസൽ ഈ വർഷം പോയിട്ടുണ്ട്. അതായി കഴിഞ്ഞാൽ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇത് ഗ്രേസ് മാർക്കും അതിനുള്ള പ്രിവിലേജ് കിട്ടും. അപ്പോൾ എന്ത് തന്നെയായാലും വളരെയധികം അഭിമാനത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്ന ഒരു ചെല്ലാനംകാരൻ എന്ന നിലയിൽ ഒരുപാട് കുട്ടികൾ ചെല്ലാനുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടീമാണ് നമ്മോടൊപ്പം ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇനിയും മുന്നോട്ട് പോകാൻ നമ്മുടെ ദൗർബല്യങ്ങളൊക്കെ എല്ലാം മാറി ഒരു ശക്തമായുള്ളൊരു ടീമോടുകൂടി അടുത്ത തവണയും നമ്മൾ ഈ റണ്ണേഴ്സ് കപ്പ് എന്നുള്ളത് ഇനി വിന്നേഴ്സ് ആയതുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ചെല്ലാനം മീഡിയ, ഉണ്ണി കണ്ണമാലി.